Being a refugee. How does it feel when one has no house, land, or country of one's own to belong to? സ്വന്തമായിട്ടൊരു വീടോ ഒരു നാടോ ഒരു കൺട്രിയോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. ദാറ്റ് ഈസ് ഹൗ എ റെഫ്യൂജി ഈസ്. ഒരു റെഫ്യൂജി ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. സോ ടു ലീവ് വൺസ് ഫെമിലിയർ കൺട്രി ഫോർ എ സ്ട്രേഞ്ച് ലാൻഡ് ഇസ് എൻ അൺസർട്ടൺ ജേർണി ഫ്രോഡ് വിത്ത് ഡെത്ത്. സോ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക, ടു എ സ്ട്രേഞ്ച് ലാൻഡ്. സോ ആ രാജ്യത്തെപ്പറ്റി, നമ്മൾ പോകുന്ന രാജ്യത്തെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. ആൻഡ് ദാറ്റ്സ് എൻ അൺസർട്ടൺ ജേർണി അല്ലേ. അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും അവസ്ഥ, അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരിക്കുമോ, ഇവിടുന്ന് ഈ പെർട്ടിക്കുലർ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരുന്ന കൺട്രിയിൽ നിന്ന് പോകുന്ന അതുപോലെ തന്നെ ആയിരിക്കും അവസ്ഥ. അങ്ങനെ നമുക്കൊന്നും അറിയാത്തൊരു കൈൻഡ് ഓഫ് അൺസർട്ടൺ ജേർണി ദാറ്റ് ഇസ് ഫ്രോഡ് വിത്ത് ഡെത്ത് അല്ലേ. ഏത് നിമിഷവും മരണപ്പെടാം. ഇങ്ങനെയുള്ളൊരു ജേർണിയാണ് ഓരോ നിമിഷവും റെഫ്യൂജീസ് ഫേസ് ചെയ്യുന്നത്. സോ ആർ ന്യൂ മൊഡ്യൂൾ ഇസ് ബീയിങ് എ റെഫ്യൂജി. ഓക്കെ, ഫിഫ്ത്ത് മൊഡ്യൂൾ ദാറ്റ് ഇസ് ബീയിങ് എ റെഫ്യൂജി, എ വെരി ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. എങ്ങനെയാണ് ഒരു റെഫ്യൂജി, അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് പോയിൻറ്റ്, there have ever been large-scale migration and dislocation because of social, political and environmental reasons. സോ എങ്ങനെയാണ് റെഫ്യൂജീസ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഈവൻ ബൈബിൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ റിലീജിയസ് ബുക്സ് നമ്മൾ പരിശോധിക്കുമ്പോഴും ദർ ആർ ട്രേസസ് ഓഫ് എക്സോഡസ് അല്ലേ. പുറപ്പാട് എന്ന് പറയുന്നൊരു പുസ്തകം പോലും ഉണ്ട്. സോ എക്സോഡസ് എന്ന് പറയുന്നത്, എക്സോഡസ് മീൻസ് ഒരു പുറപ്പാട് അല്ലെങ്കിൽ മൈഗ്രേഷൻ, ആ ഒരു മീനിങ് തന്നെയാണ് എക്സോഡസിന്. സോ എക്സോഡസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നതാണ്. അതിന് പല റീസൺസും ഉണ്ട്. ഒന്നല്ലെങ്കിൽ അത് സോഷ്യൽ റീസൺസ് ആവാം, സൊസൈറ്റൽ റീസൺസ് ആവാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റീസൺസ് ആവാം, രാഷ്ട്രീയമായുള്ള കാരണങ്ങളാവാം, അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ റീസൺസ് ആവാം. എൻവയൺമെൻറ്റൽ റീസൺസ് എന്താ? ഒരു ഫ്ലഡ് വരിക, പൊല്യൂഷൻ വരിക, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വരിക, ഫ്ലഡ് അല്ല ഐ മീൻ എർത്ത് ക്വേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ. സോ അങ്ങനെയുള്ള എൻവയൺമെൻറ്റൽ റീസൺസ് കൊണ്ടും എന്ത് ചെയ്യാം, ഇതുപോലുള്ള ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ സംഭവിക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള പല റീസൺസ് കൊണ്ട് ഒരു നാട്ടിലുള്ള ആൾക്കാർ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ലാർജ് ഗ്രൂപ്പായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെഫ്യൂജീസ് എന്ന് വിളിക്കുക. റെഫ്യൂജീസ് നീഡ് നോട്ട് ജസ്റ്റ് ദ റൈറ്റ്സ് ആൻഡ് മെറ്റീരിയൽ വെൽഫെയർ ബട്ട് ഓൾസോ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ കൾച്ചറൽ അസറ്റ്സ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. സോ റെഫ്യൂജീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ റൈറ്റ്സും അവരുടെ മെറ്റീരിയൽ വെൽഫെയർ മാത്രമല്ല ആവശ്യം, പക്ഷേ എന്തുകൂടിയാണ് അവരുടെ പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ അസറ്റ്സ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് അവർ ഏത് കൾച്ചറിൽ നിന്നാണോ വരുന്നത് അവരുടെ ആ ഒരു കൾച്ചറായിരിക്കുമല്ലേ അവരുടെ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പിന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ കൾച്ചറൽ ആർട്ടിഫാക്ട്സ്, ഇപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വി ഹാവ് സം അസറ്റ്സ് വിച്ച് വി ഡു കെയർ അല്ലേ. ഒരു മെറ്റീരിയൽ പെർസ്പെക്റ്റീവ് എന്നല്ലാതെ ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, നമുക്കൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വരികയാണ്, നമുക്ക് ഈ നാട്ടിൽ നിന്ന് വിട്ടു പോകേണ്ടി വരികയാണ്. സോ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റില്ല, വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും എടുക്കാൻ പറ്റുക. അതിനകത്ത് മെറ്റീരിയൽ കംഫർട്ട് തരുന്നതും നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് വിലമതിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ ആ കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ. സോ അങ്ങനെയുള്ള കുറച്ച് അസറ്റ്സ് ഉണ്ടാവും. മാത്രമല്ല നമ്മളുടെ ഐഡൻറ്റിറ്റിയും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അല്ലേ. നമ്മൾ ഒരു രാജ്യത്ത് ജനിക്കുമ്പോൾ ആ രാജ്യത്തെ കൾച്ചർ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട്. സോ ആ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഒരു റെഫ്യൂജിയുടെ ആവശ്യമാണത്. So this particular module 5, that is being a refugee, it gives an understanding of what it means to be a refugee by presenting insider accounts of their life. സോ ഈ മൊഡ്യൂൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ റെഫ്യൂജി. ഒരു റെഫ്യൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഒരു റെഫ്യൂജി ആയിട്ടുള്ള ആളുടെ അവസ്ഥ എന്താണ്, അത് എങ്ങനെയാണ് ബൈ പ്രസൻറ്റിങ് ഇൻസൈഡർ അക്കൗണ്ട്സ് ഓഫ് ദെയർ ലൈഫ്. സോ നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ മൊഡ്യൂളുകളൊക്കെ പഠിച്ചപ്പോൾ, ഈവൻ വാർ എന്ന് പറയുന്ന മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ വി സോ അക്കൗണ്ട്സ് ഫ്രം പീപ്പിൾ ഹു എക്സ്പീരിയൻസ്ഡ് ഇറ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ മൊഡ്യൂളിലും റെഫ്യൂജീസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ടിബറ്റൻ റെഫ്യൂജീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ റെഫ്യൂജീസ് അവർ തന്നെ എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. ഓക്കെ, സോ ഇൻസൈഡർ അക്കൗണ്ട്സ് ഓഫ് ദെയർ ലൈഫ്, ആ ഒരു ഒത്തൻറ്റിക് എക്സ്പീരിയൻസ്, അവരുടെ തന്നെ എക്സ്പീരിയൻസ് നമ്മൾക്ക് തരുന്നതിലൂടെ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഇറ്റ് ഈസ് മീൻ or what is it really like to be a refugee. So that was the introduction of our module. So we will move to the first chapter, that is understanding refugeeism and introduction to Tibetan refugees in India. Okay, so first നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മളുടെ അല്ലെങ്കിൽ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ essay and it's about the
ടിബറ്റൻ റെഫ്യൂജീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ടിബറ്റൻ റെഫ്യൂജീസിനെ പറ്റിയുള്ള ഒരു കൈൻഡ് ഓഫ് എസ്സേ ആണ്. ആൻഡ് ദി പെർട്ടിക്കുലർ എസ്സേസ് നെയിം ഇസ് അണ്ടർസ്റ്റാൻഡിങ് റെഫ്യൂജിസം. ഓക്കെ, എന്താണ് റെഫ്യൂജീസ്, അല്ലെങ്കിൽ റെഫ്യൂജീസ് ആരാണ്, റെഫ്യൂജീസിൻ്റെ പ്രോബ്ലം എന്താണ്, റെഫ്യൂജീസിനെ സേവ് ചെയ്യാനായിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ് ഓരോ കൺട്രിയും അഡോപ്റ്റ് ചെയ്യാറ്, അങ്ങനെ ഒരു വൈഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടേം റെഫ്യൂജിസം. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻട്രൊഡ്യൂസസ് അസ് ടു ദി ടിബറ്റൻ റെഫ്യൂജീസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഈ 2 പോയിൻറ്റ്സ് ആണ് വരുന്നത്. എന്താണ് റെഫ്യൂജീസ്, ആ ടേമിൻ്റെ സിഗ്നിഫിക്കൻസ്, ആ ഒരു റെഫ്യൂജീസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ജനറൽ ഐഡിയ, പ്ലസ് ഒരു സ്പെസിഫിക് ഐഡിയ ഓഫ് ടിബറ്റൻ റെഫ്യൂജീസ് ഇൻ ഇന്ത്യ. ഈ 2 കാര്യങ്ങളാണ് ഈ സ്റ്റോറിയല്ല ഈ എസ്സേയിൽ ഡീൽ ചെയ്യുന്നത്. സോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി എസ്സേ ദർ ഇസ് ദിസ് പോയം. ഓക്കെ, ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്സേ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ പോയം. ദിസ് പെർട്ടിക്കുലർ പോയം ഇസ് റിട്ടൺ ബൈ എ ടിബറ്റൻ റെഫ്യൂജി. ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ടിബറ്റൻ റെഫ്യൂജീസിനെ പറ്റിയുള്ള ഒരു എസ്സേ ആണിത്. സോ ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടിബറ്റൻ റെഫ്യൂജി എഴുതിയിട്ടുള്ള ഒരു പോയത്തിൻ്റെ കുറച്ച് ലൈൻസ് എടുത്തിട്ടാണ്. വിൽ റീഡ്. വെൻ ഐ വാസ് ബോൺ മൈ മദർ സെഡ് യു ആർ എ റെഫ്യൂജി. എന്താണ്, ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു യു ആർ എ റെഫ്യൂജി, നീ ഒരു അഭയാർത്ഥിയാണ് എന്ന് പറഞ്ഞു. ആർ ടെൻറ്റ് ഓൺ ദ റോഡ് സൈഡ് സ്മോക്ഡ് ഇൻ ദ സ്നോ. അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ബിക്കോസ് എന്താണ്, ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, ബാക്കി നാടെന്ന് വിളിക്കാനുള്ള സ്ഥലങ്ങളില്ല, ഒരു ലാൻഡ് എന്ന് പറയാനില്ല. ഇവരെവിടെയാണ് താമസിക്കുന്നത്? ഒരു ടെൻറ്റിലാണ് താമസിക്കുന്നത്. ആൻഡ് ദ ടെൻറ്റ് ഇസ് സ്മോക്കിംഗ് ഇൻ ദ സ്നോ. ഓക്കെ, സ്മോക്കിംഗ് ഇൻ ദ സ്നോ എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര തണുപ്പത്ത് ഈ ടെൻറ്റ് കെട്ടിയിട്ട് ടെൻറ്റിൻ്റെ അകത്തുനിന്ന് പുക ഇങ്ങനെ പുറത്തോട്ട് വരുവാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഹൈ സ്നോ. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള സ്നോ ആണ് പുറത്ത്. സോ നമ്മൾ സ്നോയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മൂക്കിൽ നിന്നും വയന്നും ശ്വാസം ഇടുമ്പോൾ പുക വരും അല്ലേ. സോ അതുപോലെ തന്നെയാണ് ഈ ടെൻറ്റ് പുകയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ, ടെൻറ്റ് ശ്വാസം വിടുമ്പോൾ പുക പുറത്തേക്ക് വരുന്നത് പോലെ ദിസ് ടെൻറ്റ് ഇസ് ഹൈലി ഇൻ സ്നോ. സോ അല്ലെങ്കിൽ ഹൈലി കവേർഡ് ഇൻ സ്നോ, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പിലാണ് ഈ ടെൻറ്റ് ഇരിക്കുന്നത്. സോ ടെൻറ്റ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരും അതേ തണുപ്പത്തിരിക്കുകയാണല്ലേ. സോ സ്നോ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കഠിനമായ വെയിലാണെങ്കിലും ശരി, മഴയാണെങ്കിലും ശരി, ദേ ഹാവ് നോ പ്ലേസ് ടു ഗോ അല്ലേ. ദേ ഹാവ് ടു റിസൈഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടെൻറ്റ്. On your forehead, between your eyebrows, there is an R imposed, my teacher said. Okay, എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, എൻ്റെ ഫോർഹെഡിൽ, അതായത് 2 ഐബ്രോസിൻ്റെയും നടുക്കായിട്ട് ഒരു ചിഹ്നമുണ്ട്, ദാറ്റ് ഇസ് ആർ. ആ ആർ എന്താണ്, റെഫ്യൂജി എന്ന് പറയുന്ന ആറാണല്ലേ. സോ ഞാൻ എവിടെ ചെന്നാലും എന്നെ എന്തായിട്ടായിരിക്കും കാണുക, അത് ലിറ്ററലി നമ്മളുടെ നെറ്റത്ത് ഒരു പാടുള്ളതുകൊണ്ടല്ല. മീൻസ് ഈ ഒരു സ്റ്റുഡൻറ്റ് എവിടെ ചെന്നാലും, അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് എപ്പോൾ ക്ലാസ്സിലിരുന്നാലും അവരെ എന്തായിട്ടായിരിക്കും കാണുക, ഒരു റെഫ്യൂജി ആയിട്ട് മാത്രമായിരിക്കും കാണുക. I scratched and scrubbed on my forehead. I found a rash of red paint. സോ ആ റെഫ്യൂജി എന്ന് പറയുന്ന ആ ടാഗ് ലൈൻ അതൊന്ന് മാറ്റാനായിട്ട് ഞാൻ കുറേ സ്ക്രാച്ച് ചെയ്യും സ്ക്രബ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരു റാഷ് ഓഫ് റെഡ് പെയിൻ വന്നതല്ലാതെ, ഒരു റാഷും ഒരു റെഡ് റാഷും ഒരു റെഡ് പാടും പിന്നെ ഒരു പെയിനും വന്നതല്ലാതെ ആ ഒരു ടാഗ് ലൈൻ അവിടെ നിന്ന് മാഞ്ഞു പോയില്ല. ഐ ആം ബോൺ എ റെഫ്യൂജി. ഞാൻ ജനിച്ചതേ ഒരു റെഫ്യൂജി ആയിട്ടാണ്. കാരണം അമ്മമാരും അച്ഛന്മാരുമായിട്ട് പണ്ടത്തെ ജനറേഷൻ അവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ വന്നിട്ടായിരിക്കും ജനിച്ചത്. അതൊന്ന് ആലോചിച്ച് നോക്കി. ഈവൻ ലൈക്ക് ബോൺ റെഫ്യൂജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടെൻറ്റിനകത്തായിരിക്കും അവർ ഡെലിവറി ചെയ്തത് അല്ലേ. അത്രയും കഠിനമായ സിറ്റുവേഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ ഷീ കാൺ ഗോ ടു എ ഹോസ്പിറ്റൽ. അത്രയും ഉള്ള ഫൈനാൻഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു റോഡ് സൈഡിലിരുന്നായിരിക്കും ആ ഡെലിവറി നടന്നിട്ടുണ്ടാവുക. വി ആർ നോട്ട് വെരി ഷുവർ. ഓക്കെ, ഐ ആം ബോൺ എ റെഫ്യൂജി. ഞാൻ ജനിച്ചതേ ഒരു റെഫ്യൂജി ആയിട്ടാണ്. ഐ ഹാവ് 3 tongues. എനിക്ക് 3 ലാംഗ്വേജസ് അറിയാം. ദ വൺ ദറ്റ് സിങ്സ് ഇസ് മൈ മദർ ടങ്. ഞാൻ ഈ പാട്ട് പാടുന്നത് എൻ്റെ മദർ ടങ്ങിലാണ്. സോ ദിസ് വാസ് ആക്ച്വലി എ ടിബറ്റൻ പോയം. അത് മാറ്റിയേക്കുന്നതാണ് ഇംഗ്ലീഷിലോട്ട്. സോ ഞാൻ ഈ സോങ് പാടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ പോയം പാടുന്നത് എന്തിലാണ്, എൻ്റെ മദർ ടങ്ങിലാണ്, എൻ്റെ ടിബറ്റൻ ടങ്ങിലാണ് ഞാൻ ഈ പോയം പാടുന്നത്. ദി ആർ ഓൺ മൈ ഫോർഹെഡ് ബിറ്റ്വീൻ മൈ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ദ ടിബറ്റൻ ടങ് റീഡ്സ് റങ്സീൻ. സോ എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ടിബറ്റും അങ്ങനെ 3 ലാംഗ്വേജസ് അറിയാം. ആൻഡ് എൻ്റെ ഫോർഹെഡിലെ ആർ എന്ന് പറയുന്ന സൈൻ ബാക്കി എല്ലാവരും റെഫ്യൂജി എന്ന് വായിക്കുമ്പോൾ മൈ ടിബറ്റൻ ടങ്, എൻ്റെ ടിബറ്റൻ ലാംഗ്വേജ് ഞാൻ, അല്ലെങ്കിൽ ടിബറ്റൻ ലാംഗ്വേജ് അറിയാവുന്ന ഞാൻ അതിനെ വായിക്കുന്നത് റങ്സീൻ എന്നാണ്. റങ്സീൻ മീൻസ് ഫ്രീഡം, ഇൻഡിപെൻഡൻസ്. ഓക്കെ, സോ എനിക്ക് വേണ്ടത് എന്താണ്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്, ഫ്രീഡമാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് എൻ്റെ ഫോർഹെഡിൽ ഞാൻ വായിക്കുന്നത്. ബാക്കി എല്ലാവരും എന്നെ റെഫ്യൂജി ആയിട്ട് കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹവും എന്താണ്, റങ്സീനാണ്. ദാറ്റ് ഈസ് ഫ്രീഡം. ഓക്കെ, ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പോയം. ആൻഡ് ദിസ് പോയം ഗിവ്സ് ഒരു കൈൻഡ് ഓഫ് ക്ലിയർ പെർസ്പെക്റ്റീവ് തരുന്നുണ്ടല്ലേ, എന്താണ് അവരുടെ പ്രോബ്ലംസ്, എന്തൊക്കെയാണ് അവർ സഹിക്കുന്നതെന്ന്. ഈവൻ ഇൻ ദാറ്റ് വെരി ഫ്യൂ ലൈൻസ് വി ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദെയർ സിറ്റുവേഷൻ ഇസ്. സോ ദിസ് ഇസ് ദി ഇൻട്രൊഡക്ടറി പോയം ദാറ്റ് ദി essayist gives.
സോ അതിനുശേഷം റെഫ്യൂജിസം എന്ന് പറയുന്ന ഒരു ടേമിനെ, അല്ലെങ്കിൽ റെഫ്യൂജീസ് എന്താണ്, റെഫ്യൂജീസ് ആരാണ്, ആ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്യാണ് ഇവിടെ എസ്സേയിസ്റ്റ് ചെയ്യുന്നത്. വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. സോ കോണ്ടെക്സ്റ്റ് ഓഫ് റെഫ്യൂജിസം. So here the essayist gives a definition of what is a refugee. Okay. 1951 UN Convention defines a refugee person who has well-founded fear of persecution for reasons of race, religion and nationality. Okay. ഒരു റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷനായിട്ട് UN കൺവെൻഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റെഫ്യൂജി ഈസ് എ പേഴ്സൺ, ഒരാൾ ഹു ഹാസ് എ വെൽ ഫൗണ്ടഡ് ഫിയർ. ഓക്കെ, ചുമ്മാ ഫിയർ അല്ല, വെൽ ഫൗണ്ടഡ് ഫിയർ, അതായത് ഭയങ്കരമായ ഡീപ്പ് റൂട്ടഡായി അവിടെ അങ്ങ് ഉറച്ചിരിക്കുന്ന ഒരു ഫിയറാണ്. ഓക്കെ, ദാറ്റ്സ് എ വെൽ ഫൗണ്ടഡ് ഫിയർ ഓഫ് പെർസിക്യൂഷൻ. എപ്പോൾ വേണമെങ്കിലും വധിക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം എന്ന് പറയുന്ന ഒരു ഫിയർ. ഓക്കെ, അത് ഭയങ്കര ഡീപ്പ് റൂട്ടഡായിട്ട് അകത്ത് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ദർ ഇസ് ദിസ് ഫിയർ ഓഫ് പെർസിക്യൂഷൻ? ഫോർ വാട്ട് റീസൺസ്? ഫോർ റീസൺസ് ഓഫ് റേസ്, റിലീജിയൻ ആൻഡ് നാഷണാലിറ്റി. സോ വാട്ട് പത്തറ്റിക് സിറ്റുവേഷൻ അല്ലേ? അവരുടേതായ യാതൊരു കുറ്റം കൊണ്ടുമല്ല, അവർ ജനിച്ചു പോകുന്ന റേസോ, അവർ ജനിച്ചു പോയ റിലീജിയനോ, അവർ ജനിച്ച നാഷണാലിറ്റിയോ, ഈ 3 റീസൺസിൽ ഏതൊക്കെയോ റീസൺസ് കൊണ്ട് അവർക്ക് എന്താണ് ഈ ഡീപ്പ് റൂട്ടഡ് ഫിയർ ഓഫ് പെർസിക്യൂഷനാണ്. പെർസിക്യൂഷൻ മീൻസ് ഡെത്ത്. ഓക്കെ, സോ ഇതുകൊണ്ടൊക്കെ ഒരു വെൽ ഫൗണ്ടഡ് ഫിയർ അകത്ത് കൊണ്ട് നടക്കുന്ന ഒരാളെയാണ് നമ്മൾ റെഫ്യൂജി എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡെഫിനിഷൻ. ഓക്കെ, ദെൻ this particular refugee is unable to avail the protection of that particular country. സോ എന്താണ്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കൺട്രി, ഇപ്പോൾ ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ ടിബറ്റിൽ നിന്ന് കുറച്ച് റെഫ്യൂജീസ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് അവർ താമസിക്കുകയാണ്. പക്ഷേ അവിടെ അവരാരെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ദ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ, അല്ലേ? സോ അവരവിടെ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന അഭയാർത്ഥികളാണ്. സോ അതുകൊണ്ട് അവർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനോ അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാനോ അവർക്ക് കഴിയില്ല. ബിക്കോസ് they do not belong to the particular country, or they are not the citizens of this particular country. Okay, so they are unable to avail protection of that particular country they are residing. So അവർ റിസൈഡ് ചെയ്യുന്ന കൺട്രി ഏതാണോ അവിടുത്തെ പ്രൊട്ടക്ഷൻ അവർക്ക് അവെയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റെഫ്യൂജീസ് ഫേസ് ട്രോമ ആൻഡ് സ്ട്രെസ്, പെർസിക്യൂഷൻ ആൻഡ് ഡേഞ്ചർ, ലോസസ് ആൻഡ് ഐസൊലേഷൻ. സോ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രോമ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, ഒരു മെൻ്റൽ ഡെലിറിയം ആണ്. വാട്ട്, ഒരു മെൻ്റൽ സിറ്റുവേഷൻ, ഭയങ്കരമായ ഒരു മാനസിക സംഘടന, അതങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രോമ എന്ന് വിളിക്കുക. സ്ട്രെസ് നിങ്ങൾക്കറിയാലോ. പെർസിക്യൂഷൻ നമ്മൾ പറഞ്ഞു, ദ ത്രെറ്റ് ഓഫ് ഡെത്ത്, അല്ലേ? എപ്പോൾ വേണമെങ്കിലും ഡേഞ്ചർ വരാം, എപ്പോൾ വേണമെങ്കിലും ഡെത്ത് വരാം എന്ന് പറയുന്നൊരു ഫിയർ. ദെൻ ലോസസ് പല രീതിയിലുമുള്ള ലോസസ് ഉണ്ടാവും. മെറ്റീരിയൽ ലോസസ് ഉണ്ടാവും. വരുന്ന വഴിക്ക് അവരുടെ പണം ആരെങ്കിലും അപഹരിച്ചു കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ ലോസാണ്. അവരുടെ ആരെങ്കിലും ദ ലവ്ഡ് വൺസ്, ഇഫ് ദേ ലോസ് ദെം, അതൊരു സൈക്കോളജിക്കൽ ലോസ് ആണല്ലേ. സോ അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽ ആൻഡ് സൈക്കോളജിക്കൽ ലോസസ് അവർക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഐസൊലേഷൻ മീൻസ് ഒറ്റപ്പെട്ടു പോവുക. ഓക്കെ, പല സ്ഥലത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും ഇവർക്കുണ്ടാവും. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ദേ ഫേസ്. These refugee people are forcibly uprooted from their native countries. സോ എന്താണ്, ഈ റെഫ്യൂജീസ് എല്ലാം അവരുടെ നേറ്റീവ് കൺട്രിയിൽ നിന്ന് ഫോഴ്സിബിളി അപ്രൂട്ട് ചെയ്തതാണ്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കോഴ്സ് കൊണ്ട് അവർ അവിടെ നിന്ന് ഫോഴ്സിബിളി ബൈ ഫോഴ്സ് അവരെന്ത് ചെയ്യാണ്, അപ്രൂട്ട് ചെയ്യാണ്, അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മെനി മുസ്ലിംസ് ഇൻ ആർ കൺട്രി ഹാഡ് ടു മൈഗ്രേറ്റ് ടു പാകിസ്ഥാൻ. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് they were born in that particular religion, അല്ലേ? അവർ മുസ്ലിമായി ജനിച്ചു പോയതുകൊണ്ട് മാത്രം അവർക്ക് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പാകിസ്ഥാനിലോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമയത്തുണ്ടായിരുന്നു. ആ പർട്ടിക്കുലർ മൈഗ്രേഷൻ്റെ സമയത്ത്, ആ ഒരു വാറിൻ്റെ സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്തുണ്ടായിരുന്നു, ആ പാർട്ടീഷൻ്റെ സമയത്തുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ ഫോഴ്സിബിളി അപ്രൂവ് ചെയ്യപ്പെടുന്നവരാണ് എന്തെന്ന് വിളിക്കുക, റെഫ്യൂജീസ് എന്ന് വിളിക്കുക. ദെൻ റീസൺസ്, എന്തൊക്കെ റീസൺസ് കൊണ്ടായിരിക്കും അവർ ഫോഴ്സിബിളി അപ്രൂവ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ വാർ വാസ് ഒരു പൊളിറ്റിക്കൽ റീസൺ ആയിരുന്നു, അല്ലേ? പാർട്ടീഷൻ ആയിരുന്നു ആ സമയത്തെ റീസൺ. അങ്ങനെ പല റീസൺസും വരാം. പൊളിറ്റിക്കൽ റീസൺസ് ആവാം, വിച്ച് ദ റെഫ്യൂജീസ് ഡു നോട്ട് ഹാവ് എ കൺട്രോൾ. സോ എന്ത് റീസൺസ് ആയിക്കോട്ടെ, റിലീജിയസ് വാർ ആയിക്കോട്ടെ, ഒരു കൈൻഡ് ഓഫ് എൻവയൺമെൻറ്റൽ കോസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അല്ലേ? സോ അങ്ങനെ എന്ത് കോസ് ആയിക്കോട്ടെ, പക്ഷേ ദ കോമൺ തിങ് ഇസ് ദാറ്റ് ദ റെഫ്യൂജീസ് ഡു നോട്ട് ഹാവ് എ കൺട്രോൾ ഓവർ ഇറ്റ്. ഓക്കെ, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ട്രബിൾ അല്ല. റെഫ്യൂജീസ് അതിന് മേൽ, അല്ലെങ്കിൽ ഇതിനകത്ത് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഈ റെഫ്യൂജീസ് ഇതിനകത്ത് യാതൊരു കോസും ഉണ്ടാക്കുന്നില്ല. വേറെ ആരൊക്കെയോ ഉണ്ടാക്കുന്ന കുറേ റീസൺസ് കൊണ്ട്
ഇവർ എഫക്റ്റഡ് ആവുന്നു. ഓക്കെ, ദേ ഡു നോട്ട് ഹാവ് എ കൺട്രോൾ ഓവർ ദീസ് പെർട്ടിക്കുലർ റീസൺസ്. പക്ഷേ ആരൊക്കെ ഉണ്ടാക്കുന്ന ട്രബിൾസ് കൊണ്ട് ദീസ് പെർട്ടിക്കുലർ പീപ്പിൾ ആർ എഫക്റ്റഡ്. Then the essayist introduces a term that is homogeneous refugees. എന്താണ് ഹോമോജീനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ സൊല്യൂഷൻ ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ അല്ലേ. നമ്മൾ പഞ്ചസാര വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ അത് മൊത്തം അതിനകത്ത് അലിഞ്ഞു ചേരും. പിന്നെ എപ്പം നമ്മൾ ഏത് ഡ്രോപ്പ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും അതിന് മധുരമായിരിക്കും. അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഇതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷനിൽ എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആണെങ്കിൽ അതിനെയാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. സോ സിമിലർ ആയിട്ടുള്ള ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് വിളിക്കുക. സോ ഹോമോജീനിയസ് റെഫ്യൂജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെഫ്യൂജീസും സിമിലർ ആണ്. അതിപ്പോൾ ഇന്ത്യയിലുള്ള റെഫ്യൂജീസ് ആയിക്കോട്ടെ, പാകിസ്ഥാനിലുള്ളതായിക്കോട്ടെ, ചൈനയിലുള്ളതായിക്കോട്ടെ, യൂറോപ്യൻ കൺട്രീസിലുള്ളതായിക്കോട്ടെ, എവിടുത്തെ റെഫ്യൂജീസും എന്താണ്, സിമിലർ ആണ്, ഹോമോജീനസ് ആണ്. കാരണം എന്താണ്, all face the same problems even though they belong to different nations, caste, culture, gender, etc. പല രാജ്യത്തു നിന്ന് വരുന്നവരായിക്കോട്ടെ, പല കാസ്റ്റിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, കൾച്ചറിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, പല ജെൻഡറിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, എല്ലാ റെഫ്യൂജീസും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ബേസിക്കലി സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാ റെഫ്യൂജീസും സിമിലർ ആണ്, അവർ ഹോമോജീനസ് ആണെന്ന് വിളിക്കാനുള്ള കാരണം. ആ ഒരു ടേം ഇവിടെ എസ്സേയിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ് വി ആർ ഡിസ്കസിങ് ടുഡേ. ഇന്ന് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. സോ ലാസ്റ്റ് പോയിന്റ്, ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റി ബിറ്റ്വീൻ റെഫ്യൂജീസ് ആൻഡ് ഇമിഗ്രൻസ്. സോ റെഫ്യൂജീസും ഇമിഗ്രൻസും അവരൊന്ന് ഡിഫൈൻ ചെയ്യാം. റെഫ്യൂജീസ് നിങ്ങൾക്കറിയാം അഭയാർത്ഥികളാണ്. ഇമിഗ്രൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇമിഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു മൈഗ്രേറ്റ് ടു എ ഫോറിൻ കൺട്രി ഫോർ ബെറ്റർ ജോബ് അല്ലെങ്കിൽ ബെറ്റർ എക്കണോമിക്കൽ കണ്ടീഷൻസ്, അതിനുവേണ്ടി നമ്മൾ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇമിഗ്രൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു കാനഡ ഫോർ ഹയർ സ്റ്റഡീസ്, ഐ എം ഗോയിങ് ടു ഏഷ്യൻ കൺട്രീസ് ഫോർ ബെറ്റർ ജോബ്സ്. ഓക്കെ, ഗൾഫിന് പോവുക, അല്ലെങ്കിൽ ഈ പറയുന്ന കാനഡയ്ക്ക് പോവുക, UK പോവുക, ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവുക, ജോലിക്ക് വേണ്ടി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഇമിഗ്രൻസ് എന്ന് വിളിക്കുക. ഇപ്പം നമ്മളുടെ പേരൻസൊക്കെ ഗൾഫിലുള്ളവരുണ്ടാവാം, അവരൊക്കെ ഇമിഗ്രൻസ് ആണ് അല്ലേ. അവരവിടെ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടോ ജോലിക്ക് വേണ്ടോ പോകുന്നവരായിരിക്കും. അവരാണ് നമ്മൾ ഇമിഗ്രൻസ് എന്ന് വിളിക്കുക. റെഫ്യൂജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭയാർത്ഥികൾ. സോ അവർ തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിഫറൻസും, ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സോ ആദ്യത്തെ കേസ് റെഫ്യൂജീസും ഇമിഗ്രൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. റെഫ്യൂജീസ് മൂവ് ടു ദ അതർ ലാൻഡ് ഔട്ട് ഓഫ് ഫോഴ്സ് for political, economic or social reasons or environmental reasons. So refugees ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഔട്ട് ഓഫ് ഫോഴ്സ് ആണ് അല്ലേ. വേറെ എന്തൊക്കെയോ നിർബന്ധങ്ങൾ കൊണ്ടാണ് അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അത് പൊളിറ്റിക്കൽ റീസൺസ് ആവാം, എക്കണോമിക്കൽ റീസൺസ് ആവാം. എക്കണോമിക്കൽ എന്ന് വെച്ചാൽ എന്താ, പൈസ ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ക്ഷാമം വരിക, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ. സോഷ്യൽ റീസൺസ് ആവാം, അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ റീസൺസ് ആവാം, ഫ്ലഡ് ഉണ്ടാവുക, എർത്ത് ക്വേക്ക് ഉണ്ടാവുക, അങ്ങനത്തെ റീസൺസ്. പക്ഷേ ഇമിഗ്രൻസ് എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഇമിഗ്രൻസ് മൈഗ്രേറ്റ് ഫോർ ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സ് ഓർ ഫൈനാൻഷ്യൽ കണ്ടീഷൻസ്. ഇറ്റ് ഈസ് ദെയർ ചോയ്സ് അല്ലേ. ഇപ്പോൾ ഞാൻ കാനഡയ്ക്ക് പോകുന്ന എൻ്റെ ചോയ്സാണ്. ഒരു ബെറ്റർ ജോബ് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ചോയ്സിലാണ് എങ്ങോട്ട് പോവുക, കാനഡയ്ക്ക് പോവുക. ദാറ്റ് ഈസ് മൈ ചോയ്സ്. പക്ഷേ റെഫ്യൂജീസ് പോകുന്നതെന്ന് പറയുന്ന ഒരിക്കലും അവരുടെ ചോയ്സ് കൊണ്ടല്ല, ആരൊക്കെ ഫോഴ്സ് ചെയ്ത് പോകുന്നതാണ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫ്യൂജീസ് ആൻഡ് ഇമിഗ്രൻസ്. ഓക്കെ, വേറെയും ഡിഫറൻസ് ഉണ്ട്. കാരണം റെഫ്യൂജീസ് ഫേസ് ചെയ്യുന്ന ഈ സിറ്റിസൺഷിപ്പ് പ്രോബ്ലംസോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ, അല്ലെങ്കിൽ അവർക്ക് ഈ പോലീസിൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന ഇമിഗ്രൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നില്ല. പക്ഷേ ദിസ് ഇസ് ദ ബേസിക് ഡിഫറൻസ്. ഒരു ബേസിക് ഡിഫറൻസ് ആണ് റെഫ്യൂജീസ് ആൻഡ് ഇമിഗ്രൻസ് തമ്മിലുള്ള. ദെൻ വാട്ട് ഈസ് സിമിലാരിറ്റി? റെഫ്യൂജീസും ഇമിഗ്രൻസും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. അതെന്താ? Refugees and immigrants have a subordinate position in the foreign country. They deal with a different culture and ethnicity. So these are the 2 points. Refugees ഉം ഇമിഗ്രൻസും. ഇപ്പം ഞാൻ കാനഡയ്ക്ക് പോയാലും ഒരു റെഫ്യൂജി ആണെങ്കിലും എനിക്ക് ആ ഫോറിൻ കൺട്രിയിൽ ഒരു സബോർഡിനേറ്റ് പൊസിഷനേ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ ഗൾഫിന് പോകുമ്പോഴായിക്കോട്ടെ, കാനഡയ്ക്ക് പോകുമ്പോഴായിക്കോട്ടെ, എസ്പെഷ്യലി US അതുപോലുള്ള കൺട്രീസിൽ നമുക്കൊരു സബോർഡിനേറ്റ് പൊസിഷനേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ ആൾക്കാർക്ക് കിട്ടുന്ന ആ ഒരു അവകാശങ്ങളോ അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷനോ നമുക്കൊരിക്കലും കിട്ടില്ല. കാരണം വി ആർ ഫോറിൻ പീപ്പിൾ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു സബോർഡിനേറ്റ് പൊസിഷൻ ആയിരിക്കും. പിന്നെ ദേ ഡീൽ വിത്ത് ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് എത്നിസിറ്റി. സോ ഇമിഗ്രൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന റെഫ്യൂജീസ് ആയിക്കോട്ടെ, വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും അവിടുത്തെ എത്നിസിറ്റിയുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ മൾട്ടിപ്പിൾ കൾച്ചർ, നമ്മൾ ജനിച്ചു വളർന്ന ഒരു കൾച്ചറും വേറൊരു രാജ്യത്തെ കൾച്ചറും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, ആ ഒരു ഡീൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ അതും അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ പേഴ്സൺ ഇസ് എ റെഫ്യൂജി ഓർ എ ഇമിഗ്രൻറ്റ്. ഇത് രണ്ടുമാണ് ഇവർ തമ്മിലുള്ളൊരു സിമിലാരിറ്റി. സോ ഈ രണ്ട് കാര്യങ്ങളും കൂടെ എസ്സേസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റി ബിറ്റ്വീൻ റെഫ്യൂജീസ് ആൻഡ് ഇമിഗ്രൻറ്റ്സ്. ഓക്കെ,
സോ ഇത്രയുമേ ഇന്ന് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ വിൽ ഡിസ്കസ് ദി റെസ്റ്റ് ഓഫ് ദി എസ്സേ. ഇത്തിരി ലോങ് എസ്സേ ആണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, വെരി സിമ്പിൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ വിൽ ഡീൽ വിത്ത് സ്മോൾ പോർഷൻസ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ മച്ച്.